നമുക്ക് പാകിസ്ഥാനിലേക്ക് ഒന്ന് പോകണം. അവിടെ അജ്ഞാതരായ തോക്കുധാരികൾ ഒരു ഭീകരനെ കൂടി, ഒരു ലഷ്കർ ഭീകരനെ കൂടി വെടിവെച്ചു കൊന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹാഫിസ് സയ്യിദ്, ഭീകരനായ ഹാഫിസ് സയ്യിദിന്റെ അനുയായി കൂടിയായ ഷെയ്ഖ് യൂസഫ് അഫ്രീദിയാണ് തോക്കുധാരികൾ ഓടിച്ചിട്ട് വെടിവെച്ച് കൊന്നത്. ഇയാളെ വെടിവെക്കുക മാത്രമല്ല, ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഈ തോക്കുധാരികൾ സ്ഥലം വിട്ടത്. ഈ തോക്കുധാരികളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പഷ്തൂൺ പ്രവിശ്യയിൽ, പാകിസ്ഥാനിലെ പഷ്തൂൺ പ്രവിശ്യയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഈ തോക്കുധാരികളുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. ഈ പ്രദേശം പൂർണ്ണമായും ഇപ്പോൾ സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാണ്. നമുക്കറിയാം, കശ്മീരിലെ തീവ്രവാദി ആക്രമണത്തിൻ്റെ ഏകോപനം നടത്തുന്ന ഈ ലഷ്കറിൻ്റെ റിക്രൂട്ട്മെൻറ്റ് മേധാവിയിലെ പ്രധാന നേതാക്കളാണ് ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ്. അമീർ ഹംസ എന്ന ഭീകരൻ നേരത്തെ സമാനമായി തന്നെ വെടിയേറ്റ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊരു ലഷ്കർ ഭീകരനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അതായത് തുടർച്ചയായി മൂന്നാമത്തെ ലഷ്കർ ഭീകരൻ നേരെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ വെടിവെപ്പ് ഉണ്ടാകുന്നത് എന്നുള്ളത് ചില്ലറ പരിഭ്രാന്തിയല്ല ഈ ഭീകരർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരുടെയൊക്കെ കൈയുണ്ട് എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണണം. ആഭ്യന്തരമായി നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. ലഷ്കർ ഭീകരരെ പാകിസ്ഥാൻ സംരക്ഷിക്കുന്നു എന്ന പേരുദോഷം അവർക്കുണ്ട്. ഇതിനിടയിലാണ് അജ്ഞാതരായ തോക്കുധാരികൾ ഇത്തരം പ്രവർത്തികൾ നടത്തി കടന്നു കളയുന്നത്. അജയ് സുധാ ബിജു, ഗുരുതരമായ പ്രശ്നമാണ് പാകിസ്ഥാൻ അഭിമുഖീകരിക്കുന്നത്. ഭീകരരെ അവർ പൂവിട്ട് പൂജിക്കുന്നുണ്ട്. അവരുടെ പ്രദേശത്ത് തന്നെ അവരുടെ പട്ടാളമോ അവരുടെ പോലീസോ അറിയാതെ തുടർച്ചയായി ഭീകരർ കൊല്ലപ്പെടുകയുമാണ്. തീർച്ചയായിട്ടും ഇത് പലതരം സാധ്യതകൾ ഇതിലുണ്ട്. ചിലപ്പോൾ പ്രകോപിതരായി സ്വന്തം രാജ്യത്ത് തന്നെ ഈ ഭീകരാക്രമണം ശക്തമായതിൽ, അതും പോലീസ് സംവിധാനമാണെങ്കിലും മിലിറ്ററി ആണെങ്കിലും യാതൊരു നടപടി സ്വീകരിക്കാത്തതിൽ പ്രകോപിതരായി ചിലപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെ സ്വീകരിച്ചേക്കാം. പിന്നെ പല സിനിമകളിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചില ഇൻ്റലിജൻസ് നീക്കങ്ങളുടെ ഫലമായിട്ട് ഈ തീവ്രവാദികൾ തുടർച്ചയായി കൊല്ലപ്പെടുന്നത് ഉൾപ്പെടെ നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അത്തരം നാടകീയ സംഭവങ്ങളും ചിലപ്പോൾ ഇതിൻ്റെ ഉണ്ടാകാം. എന്തായാലും നിലവിൽ ഈ ഒരു ലഷ്കർ ഇ ത്വയ്ബയുടെ ഭാഗത്ത് നിന്ന് കൊല്ലപ്പെടുന്ന ഇപ്പോൾ രണ്ടാമത്തെ ഭീകരനാണ്. മറ്റൊരു ലഷ്കർ അംഗത്തിന് നേരെയും ആക്രമണം നടന്നിരുന്നു. ലഷ്കർ ഒരു TV സ്റ്റേഷന് സമീപമാണ്, ലാഹോറിലുള്ള ഒരു TV സ്റ്റേഷന് സമീപം ലഷ്കർ സ്ഥാപകാംഗമായിട്ടുള്ള അമീർ ഹംസയ്ക്ക് നേരെയും ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ ആക്രമണം നടന്നിരുന്നു. ഇയാൾ നിലവിൽ കൊല്ലപ്പെട്ടിട്ടില്ല. ഇയാൾ ഇപ്പോഴും ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെ ചികിത്സയിൽ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ ഷെയ്ഖ് യൂസഫ് അഫ്രീദി, അദ്ദേഹം ഇപ്പോൾ ഈ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ നിരവധി ഭീകരാക്രമണങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു കൊടും ഭീകരനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ ഉണ്ടായിരുന്നു. US അടക്കം നിരോധിച്ചിട്ടുള്ള ഒരു ഭീകര സംഘടനയിലെ അംഗമാണ് ഇദ്ദേഹം. അപ്പോൾ ഇയാൾക്ക് നേരെയുള്ള ഈ ഭീകര പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നടക്കം നിരവധി ആരോപണങ്ങൾ വന്നിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കൊല്ലപ്പെടുന്നത്. അതുപോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ മേധാവിയായിട്ടുള്ള മൗലാന അസൂദ് അസറിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള മുഹമ്മദ് താഹിറും ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്നൊരു വിവരമുണ്ട്. ഇപ്പോൾ മുംബൈയിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിൽ ഉൾപ്പെടെ ഇയാളുടെ പങ്ക് സംശയിക്കുന്നുണ്ട്. അതുപോലെ ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ള ആക്രമണത്തിന് പിന്നിലും ഈ ഭീകരനാണെന്ന് സംശയിക്കുന്നു. അപ്പോൾ ഈ പല ഭീകര പ്രവർത്തനങ്ങളിലും പങ്കാളികളായിട്ടുള്ള പല പ്രമുഖ ആളുകളും തന്നെയാണ് നിലവിൽ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് പാകിസ്ഥാനിലെ സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.